ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും അതേപോലെ തന്നെ ചെറുപയർ കറിയും പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിന് കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് ഞാനിതാ പുറത്ത് അടുപ്പത്ത് വന്നുകൊണ്ട് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തീയൊക്കെ കത്തിച്ച് അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് അകത്ത് വന്ന് പാത്രമൊക്കെ കഴുകാൻ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ പാത്രങ്ങളും കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആദ്യം ഒന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാൻ കരുതിട്ടോ. എന്നാൽ തന്നെ നമ്മൾ അടുക്കള ഒന്ന് വൃത്തിയായ മാതിരിയാണല്ലോ അല്ലേ. അപ്പോൾ പെട്ടെന്ന് കയറി വരുമ്പോൾ കൗണ്ടർ ടോപ്പ് നിറച്ച് പാത്രങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലേ ഇങ്ങനെ കാണുമ്പോൾ. അങ്ങനെ അതാ പെട്ടെന്ന് തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാൻ നിന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ ചോറിന് വെച്ച വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതിലേക്കുള്ള അരിയൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ അരി കഴുകുമ്പോൾ ഇങ്ങനെ കേട്ടോ, നമ്മൾ റേഷൻ പീടികത്തെ അരിയല്ലേ, അപ്പോൾ നന്നായിട്ട് എത്ര പ്രാവശ്യം ഒന്നുമില്ല കേട്ടോ, 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ ചിലപ്പോൾ 5ഉം 6ഉം പ്രാവശ്യമൊക്കെ കഴുകും കേട്ടോ. ഞാൻ ഈ ഒരു വെള്ളത്തിന് നിറം മാറോളം കഴുകും. ഈ ഒരു വെള്ള കളറ് മാതിരി വരുമല്ലോ അല്ലേ നമ്മൾ അരി കഴുകുമ്പോൾ. അപ്പോൾ ആ കളറ് മാറോളം കഴുകും കേട്ടോ. അരി എത്ര പ്രാവശ്യം ഒന്നും നോക്കൂല കേട്ടോ. അങ്ങനെ അരിയൊക്കെ നന്നായിട്ട് കഴുകി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വിറകൊക്കെ കുറച്ച് കുറവായിക്കണം കേട്ടോ, കത്തി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വിറകും പാടൊക്കെ വെച്ച് കൊടുത്ത് ഒന്നും പാടൊക്കെ തീയൊക്കെ കത്തിച്ച് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് മുക്കട്ടെ. അങ്ങനെ കുടിക്കാനുള്ള വെള്ളമൊക്കെ മുക്കി വെച്ചിട്ട് ഞാൻ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി അത് അവിടെ കിടന്ന് നന്നായിട്ട് വേവട്ടെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് വേവാന്ന് പറയാനൊന്നുമില്ല കേട്ടോ, 2 താള തളിച്ചാൽ വേവണ അരിയാണ്. റേഷൻ പീടികത്തെ അരിയല്ലേ ഇപ്രാവശ്യം കിട്ടിയത്. അങ്ങനെ ഇന്ന് നമ്മൾ ചോറിന് സാമ്പാറാണ് ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കഷ്ണങ്ങളൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടേനല്ല പുട്ടുണ്ടാക്കുന്ന ഇടയിൽ കൂടി തന്നെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് കുക്കർക്കൊക്കെ ഇട്ട് കഴുകി ഇട്ട് കൊടുത്തിന് കേട്ടോ. എന്നിട്ടത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ഗ്യാസ് അടുപ്പുമ്പോൾ തന്നെ വെച്ചുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കഷ്ണങ്ങളൊക്കെ. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്ത് നിന്നിട്ടില്ല കേട്ടോ, കാരണം പെട്ടെന്ന് ഇന്ന് ജോലികൾ തീർക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പുറത്ത് വിറകും പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഒന്ന് കുറച്ച് ചെയ്ത് വെക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഇടയിൽ തന്നെ നമ്മൾ കൂട്ടാനില്ല പച്ചക്കറിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയതാണ്. അപ്പോൾ അത് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പച്ചക്കറികൾ ഫുള്ള്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇട്ട് കൊടുത്തിട്ട് സാമ്പാർക്കില്ലേ. ബാക്കി പൊടികളൊക്കെ നമ്മൾ ഈ എണ്ണയിലിട്ടാണ് മൂപ്പിച്ചെടുക്കാമെന്നാണ് കേട്ടോ കരുതിയിട്ടുള്ളത്. അങ്ങനെ ഒരു ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് എണ്ണയൊക്കെ ചൂടായപ്പോൾ കുറച്ച് കടുകൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ പൊട്ടിയപ്പോൾ കുറച്ചധികം തന്നെ ചീരുള്ളിയൊക്കെ നന്നാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞങ്ങാണ്ട് അതും ഇട്ട് കൊടുത്താൽ ഒന്ന് മൂപ്പിച്ചിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ സാമ്പാർ പൊടിയും കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രം ഇട്ടുകൊണ്ടാണ് കേട്ടോ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയത് അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്താണ് കേട്ടോ കുറച്ച് പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. പിന്നെ കായപ്പൊടി ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ ചെറിയൊരു കുപ്പി. അപ്പോൾ നമ്മളെ മോളൂസിന് ഇടയ്ക്ക് ഫ്രിഡ്ജ് വന്ന് തുറക്കണ പണിയാണ് കേട്ടോ. അപ്പോൾ ഓള് ആ ചെറിയ കുപ്പീൻ്റെ ക്യൂട്ട്നെസ് കണ്ടപ്പോൾ ഓള് കളിക്കാനോ എടുത്ത് കൊണ്ടുപോയിക്കുന്നു തോന്നുന്നു. ഇപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയിട്ട് എങ്ങനെ നോക്കിയിട്ടും അത് കാണുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കായപ്പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല.
അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയെടുക്കൽ. അങ്ങനെ തന്നെ നമ്മളെ മോളൂസും മോളും നല്ല കളിയാണ് കേട്ടോ അവിടെ. അപ്പോൾ ഓലെ അവിടെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഓരവിടെ ഇരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓലവിടെ കളിക്കണുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പുറത്ത് കുറച്ച് വിറകിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിന് വേണ്ടി പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം വിറക് ഇങ്ങനെ ചെറുതായിട്ട് ചെതലും കാര്യങ്ങളൊക്കെ കയറി പിടിക്കൽ തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ അടുപ്പിൻ്റെ അവിടെ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കും വേണം. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം പൊളിച്ച് മാറ്റിയിട്ട് വലിയ വിറകും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതാക്കി കൊടുത്തുകൊണ്ട് അടുപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കാമെന്നാണ് കേട്ടോ കരുതിയിട്ടുള്ളത്. അപ്പോൾ എന്നാൽ പെട്ടെന്ന് ആദ്യം തന്നെ ആ ചെതൽ പിടിക്കാൻ പോണ വിറകും കാര്യങ്ങളൊന്ന് കത്തിച്ചെടുക്കാമല്ലോ. അല്ലെങ്കിൽ ഇവിടെ വെച്ചാൽ പിന്നെ ഇവിടെ വന്ന് ഓരോന്നും ഈ രണ്ടെണ്ണമൊക്കെ ഉള്ളിട്ട് എടുത്ത് കൊണ്ടുപോകാം. അങ്ങനെ ഇതാ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് തന്നെ പൊളിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ആ ഒരു ഭാഗം ഫുള്ളായിട്ട് പൊളിച്ച് മാറ്റി അതിൽ വണ്ണം കൂടുതലുള്ള കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ ഒന്ന് നടുക്ക് പൊളിച്ചുകാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നീളം ഉള്ള വിറകുകളൊന്ന് മുറിച്ചുകാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെതലും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിയെടുത്തുകാണ്ട് അതൊക്കെ ഒന്ന് മുറിക്കാനൊക്കെ മുറിച്ചൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ വിറകൊക്കെ പൊളിച്ചെടുക്കണത്. വിറകെടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ കത്തി വെച്ചിട്ട് കത്തിമേ വേറൊരു വിറകെടുത്താണ് ഇങ്ങനെ മേടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ താഴത്തേക്ക് പോകും. പിന്നെ കുറച്ച് താഴത്തേക്ക് പോയാൽ നമുക്ക് രണ്ട് അറ്റം പിടിച്ച് വലിച്ചാൽ പൊളിഞ്ഞു വരുമല്ലോ അല്ലേ. അല്ലാതെ കോടാലിയും കൊണ്ടൊന്നും എനിക്ക് അറിയില്ല കേട്ടോ, എങ്ങനെ കൊത്താനൊന്നും അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ ഒക്കെ പൊളിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ വിറകൊക്കെ പൊളിക്കലും മുറിക്കലൊക്കെ കഴിഞ്ഞിതാ ഈ ഒരു അടുപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ ചെറിയൊരു ഇതുണ്ടല്ലോ അല്ലേ, നമ്മളെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം. ഇവിടെയാണ് നമ്മൾ വിറകും കാര്യങ്ങളൊക്കെ കൊടുന്ന് വെക്കൽ കേട്ടോ അടുപ്പത്തേക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇതാ ഫുള്ള് വിറകും ഞാൻ ഇവിടേക്ക് തന്നെ കൊടുന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അവിടെ കടന്ന് ഇങ്ങനെ ചെതൽ പിടിച്ച് പോകും എന്നല്ലാതെ നമ്മൾ ഓരോന്നും ഈ രണ്ടെണ്ണം അന്നത്തെ ആവശ്യത്തിന് ഇങ്ങനെ കൊടുന്ന് വെക്കലുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ ഫുള്ളായിട്ട് വിറക് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ വിറകൊക്കെ വെച്ച് വന്നപ്പോൾ നമ്മളെ ആ ഒരു ടേബിളിന്മേൽ കൊള്ളായിട്ട് ഞാൻ നമ്മളെ ഒരു ചെറിയൊരു അടുപ്പും വലിയൊരു അടുപ്പാണ് കേട്ടോ നമുക്കുള്ളത്. അപ്പോൾ ആ ചെറിയ അടുപ്പ് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ അല്ലേ. പിന്നെ ചോറ് മാത്രമേ ഉള്ളൂ പുറത്ത് വെക്കൽ അധികം. അപ്പോൾ ആ ഒരു അടുപ്പിൻ്റെ മേലേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെ വിറകും പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ മീൻകാരന് വന്നത്. മീൻകാരൻ വന്നിട്ട് മീൻ വാങ്ങി അത് നന്നാക്കി മസാലയൊക്കെ തേച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പൊരിച്ചെടുക്കണത്. അപ്പോൾ സാമ്പാർ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നത്. അങ്ങനെ പിന്നെ മീനും പൊരിച്ചെടുത്തു കേട്ടോ. അപ്പോഴേക്ക് പിന്നെ എൻ്റെ അപ്പി വന്നു കേട്ടോ പ്രതീക്ഷിക്കാതെ. അപ്പോൾ പിന്നെ ഇപ്പാക്കിൽ ചോറൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇപ്പോൾ വന്നപ്പോൾ അങ്ങനെ വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നു കേട്ടോ. എന്നിട്ടാണ് കേട്ടോ ഫുഡൊക്കെ എടുത്ത് വെച്ച് കൊടുക്കണത്. അങ്ങനെ പിന്നെ ഞാനും കുളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഞാൻ ഇപ്പാൻ്റെ ഇരുന്നാണ്ട് ചോറൊക്കെ കഴിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെയാണ് കേട്ടോ കുളിക്കാനൊക്കെ പോയിട്ടുണ്ടേനത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളെ ഇന്നത്തെ കൊച്ചു വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ.